ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നിങ്ങളുമായി ചേർന്ന് നിൽക്കേണ്ടവർ ചേർന്ന് വരും. ഇന്ന് ഒരു പക്ഷേ അവർ അകന്നു നിൽക്കുകയായിരിക്കാം. നിങ്ങൾക്കുള്ളതുപോലെ ഒരു ദർശനം അവർക്ക് ഇല്ലെന്ന് വന്നേക്കാം. അവർക്ക് വേണ്ടതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇന്ന് പകൽ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിൽ ചേർന്ന് വരാനുള്ളവരെ എല്ലാവരെയും ദൈവം ചേർത്ത് നിർത്തും. ആ സമയമാകുമ്പോൾ ദൈവം വരും. അബ്രഹാമിൻ്റെ 99 വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് വരികയാണ്. ദൈവം അബ്രഹാമിലൂടെ ഒരു മാസ്റ്റർ പ്രൊജക്റ്റ് ആരംഭിക്കുകയാണ്. മാനവകുലത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അബ്രഹാമിലൂടെ രക്ഷകരായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം തൻ്റെ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. നീണ്ട 24 വർഷക്കാലം അബ്രഹാം തനിക്ക് ലഭിച്ച വചനത്തെ സൂക്ഷിച്ചു. ദൈവം നൽകിയ വാഗ്ദത്തത്തെ അവൻ വിശ്വസിച്ചു. എന്നാൽ ആ വാഗ്ദത്തത്തോട് ചേർന്ന് വരേണ്ട തൻ്റെ ഭാര്യയായ സാറയെ ചേർത്ത് നിർത്തുവാൻ, ഉണർത്തുവാൻ, ബലപ്പെടുത്തുവാൻ സമയമായപ്പോൾ ദൈവം അവൻ്റെ കൂടാരത്തിൽ വന്നു. നിങ്ങളുടെ വാഗ്ദത്തത്തിങ്കൽ ചേർന്ന് നിൽക്കേണ്ട നിങ്ങളുടെ പങ്കാളി ഇന്ന് തണുത്തിരിക്കുന്നുവെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, മടുത്തിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടണ്ട. വാഗ്ദത്തം ചെയ്തവൻ തന്നെ വരും. സമയമാകുമ്പോൾ വരും. അവളെ ശക്തിപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ, ആരാണോ അകന്നു നിൽക്കുന്നത് അവരെ ചേർത്ത് നിർത്താൻ ദൈവം വരും. ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വന്ന് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയോട് പറഞ്ഞു, അടുത്തയാണ്ട് ഞാൻ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും. ആ ശബ്ദം കേട്ട്, ദൈവശബ്ദം കേട്ട് പരിചയമില്ലാത്ത സാറയുടെ അകത്തൊരു ചിരിയാണ് വന്നത്. നിനക്ക് ദൈവവചനത്തോട് ബഹുമാനമുണ്ട്, ദൈവവചനത്തോട് വലിയ പ്രതികരണമുണ്ട്, അനുസരണമുണ്ട്. എന്നാൽ നിന്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ടവർക്ക് ഇന്നൊരു പക്ഷേ ആ വചനം കേൾക്കുമ്പോൾ ഒരു പരിഹാസം കണ്ടേക്കാം, നിന്ന കണ്ടേക്കാം. ഭാരപ്പെടണ്ട. അവൾ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. കേട്ടു പരിചയമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിനറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന്. ദൈവം ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? ദൈവവചനം കേട്ട് പരിചയമില്ലാത്തവരെ ചേർന്ന് നിൽക്കേണ്ടവരാണെങ്കിൽ ചേർത്ത് നിർത്താൻ ദൈവം വീണ്ടും അയച്ചത് വചനമാണ്. യഹോവയ്ക്ക് കഴിയും എന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ അവളുടെ അകത്ത് വിശ്വാസം വ്യാപരിച്ചു. അവൾ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അവളിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം വരും. നിങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടവരെ ചേർത്ത് നിർത്താൻ ദൈവം വരും. ഉണർത്തുവാൻ ദൈവം വരും. ദർശനം നൽകുവാൻ ദൈവം വരും. വചനമയച്ച് അവനവരെ വിടുവിക്കും. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ദർശനം ചുമക്കുകയായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയായിരിക്കാം. ഭാരപ്പെടേണ്ട. നിന്റെ ദർശനം വലുതാണെങ്കിൽ ആ ദർശനത്തോട് ചേർന്ന് നിൽക്കേണ്ടവർ ചേർന്ന് വരും. ദൈവം വരും. ദൈവം തന്നെ ചേർത്ത് നിർത്തും. വിശ്വസിക്കുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.